നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വീണ്ടും അതീവ അപകടകരമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമേനി നിരവധി പ്രസ്താവനകളാണ് ഇറക്കുന്നത്. ഇതെല്ലാം തന്നെ അന്താരാഷ്ട്ര രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. അവിടെ അമേരിക്ക മറുസൈഡിൽ പോർമുഖങ്ങൾ തുറക്കുമ്പോൾ അതിനെയൊന്നും തന്നെ കൂസാതെയുള്ള വെല്ലുവിളിയാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അട്ടിമറിക്കാൻ അമേരിക്ക ഒരിക്കലും വിജയിക്കില്ലെന്ന് തുറന്നു പറഞ്ഞ ഖമേനി ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമെന്ന അമേരിക്കയുടെ അഭിമാനം പോലും കനത്ത പ്രഹരങ്ങൾ നേരിടേണ്ടി വരുമെന്ന കടുത്ത ഭാഷയിലുള്ള മുന്നറിയിപ്പുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇത്രയും ആത്മവിശ്വാസത്തിൽ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇറാനും അവിടെ തയ്യാറായി കഴിഞ്ഞു. ഒരാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ പറ്റാവുന്ന രീതിയിലൊക്കെ തന്നെ തിരിച്ചടിക്കാനുള്ള നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും തയ്യാറായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ ഉയർന്നു വരുന്ന സംഘർഷങ്ങൾക്കിടയിലും ഒമാന്റെ മധ്യസ്ഥതയിൽ ജനീവയിൽ നടക്കുന്ന ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഖമേനിയുടെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത് എന്നതും സംഭവത്തിന് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇറാനെ ആക്രമിക്കാൻ അമേരിക്കൻ സൈന്യം എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി കിട്ടിയാൽ ആ നിമിഷം ആക്രമണം തുടങ്ങാനാണ് സൈന്യത്തിന്റെ പദ്ധതി. എന്നാൽ ട്രംപ് എപ്പോൾ അനുമതി നൽകുമെന്ന് വ്യക്തമല്ല. റംസാൻ കാലത്ത് തന്നെ ആക്രമണം ഉണ്ടായേക്കാമെന്നാണ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതായത് മുസ്ലിം മതത്തെ സംബന്ധിച്ച് റംസാൻ മാസം നോമ്പിന്റെ കാലമാണ്, ഏറ്റവും പുണ്യമാസമായി കരുതുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് ഇറാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. അതായത് റംസാൻ മാസം തന്നെ ഇറാനെതിരെയുള്ള ആക്രമണം ശക്തമാക്കുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് അമേരിക്ക നൽകുന്നത്. എപ്പോൾ വേണമെങ്കിലും ആക്രമണത്തിന് തയ്യാറാണെന്ന് സൈന്യം വൈറ്റ് ഹൗസിനെ അറിയിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള വലിയ സൈനിക വിന്യാസമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. അത്യാധുനിക ഫൈറ്റർ ജെറ്റുകൾ, യുദ്ധക്കപ്പലുകൾ, ഇന്ധന ടാങ്കറുകളുമായി പ്രവർത്തിക്കുന്ന വിമാനങ്ങൾ എന്നിവയെല്ലാം ഇക്കൂട്ടത്തിൽപ്പെടും. ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങൾ വഹിക്കുകയും ആയിരക്കണക്കിന് നാവികർ ഉള്ളതുമായ 2 വിമാനവാഹിനി കപ്പലുകളാണ് പശ്ചിമേഷ്യയിലുള്ളത്. ട്രംപിന്റെ ഉത്തരവ് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. വലിയൊരു യുദ്ധമാകും ഇറാനെതിരെ ഉണ്ടാവുക എന്നതിന്റെ വ്യക്തമായ തെളിവാണിതെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്നാൽ യുദ്ധമുണ്ടാവില്ലെന്നും ജനീവയിൽ പുരോഗമിക്കുന്ന ആണവ ചർച്ചയിൽ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനാണ് വൻ സൈനിക വിന്യാസമെന്നും നിരീക്ഷകരിൽ ചിലർ വ്യക്തമാക്കുന്നുണ്ട്. ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ഇറാൻ കരാറിന് തയ്യാറായില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മനോഹരമായ ഒരു നാവിക വ്യൂഹം ഇറാനെ ലക്ഷ്യമിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അമേരിക്കയുടെ കപ്പലുകൾ തങ്ങൾ മുക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണിക്ക് ഇറാൻ മറുപടി നൽകിയത്. മാത്രമല്ല, അമേരിക്കയ്ക്ക് മറുപടി എന്നോണം ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നാവിക അഭ്യാസവും നടത്തിയിട്ടുണ്ട്. അതിനിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ ദ്വീപിൽ UK മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനിൽ സൈനിക നീക്കം നടത്തിയാൽ US-ന് നിർണായകമാകുന്ന പ്രദേശമാണിത്. മേഖലയിലെ ഷാഗോസ് ദ്വീപ സമൂഹത്തിന്റെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറാൻ UK തീരുമാനിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഇടപെടൽ. ഇറാനിൽ US-ഇസ്രായേൽ സംയുക്ത സൈനിക നടപടി വൈകില്ലെന്ന തരത്തിൽ നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇറാനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണെന്നും US സേനാവൃത്തങ്ങളുടെ പ്രതികരണം. ശനിയാഴ്ചത്തോടെ ആക്രമണം നടത്താൻ ഒരുക്കമാണെന്നാണ് US സേനയുടെ നിലപാട്. വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും സൈനിക നടപടിയിൽ ട്രംപ് തീരുമാനമെടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുവിഭാഗവും മേഖലയിൽ വലിയ സേനാ വിന്യാസം നടത്തിയിട്ടുണ്ട്. ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്തിൽ നാവികാഭ്യാസങ്ങളുടെ ഭാഗമായി റഷ്യൻ യുദ്ധക്കപ്പലുകൾ എത്തിയതും ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. ജനീവയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന ഏറ്റവും പുതിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് റഷ്യയെ കൂട്ടിയുള്ള ഇറാന്റെ നീക്കം. മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന US നാവികസേനയ്ക്ക് വെല്ലുവിളി സൃഷ്ടിച്ച് ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സൈന്യം കഴിഞ്ഞ ദിവസം അഭ്യാസങ്ങൾ നടത്തിയിരുന്നു. ഒമാൻ കടലിലും വടക്കൻ
ഇന്ത്യൻ സമുദ്രത്തിലുമായി ഇറാനും റഷ്യയും സംയുക്ത നാവിക അഭ്യാസം നടത്തുമെന്നാണ് ഡ്രിൽ വക്താവ് റിയർ അഡ്മിറൽ ഹസൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രണ്ട് രാജ്യങ്ങളെയും നാവിക സേനകൾ തമ്മിലുള്ള ബന്ധമുറപ്പിക്കാനും സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്താനുമാണ് ലക്ഷ്യമിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം അഭ്യാസ പ്രകടനം എത്ര സമയത്തേക്കാണെന്ന് വ്യക്തമാക്കുന്നില്ല. ജനീവയിലെ ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് US സൈനിക വിന്യാസം ശക്തമാക്കിയിരിക്കുന്നത്. ജനീവ ചർച്ചയുടെ പുരോഗതിക്കിടയിലും മേഖലയിൽ സൈനിക വിന്യാസം അമേരിക്ക തുടർന്നു. ചൊവ്വാഴ്ച മാത്രം 50-ലധികം US യുദ്ധവിമാനങ്ങൾ ഇറാനിലേക്ക് നീങ്ങിയതായി അമേരിക്കൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ പുതിയ നിർദ്ദേശങ്ങളുമായി അനുനയ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ജനീവയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി അറിയിച്ചിരുന്നു. ഉപരോധം പിൻവലിക്കുകയും സാമ്പത്തിക ഇളവുകൾ അനുവദിക്കുകയും ചെയ്താൽ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കാൻ ഇറാൻ തയ്യാറാകുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇതുകൊണ്ട് മാത്രം ട്രംപ് തൃപ്തനാകില്ലെന്നാണ് US സ്റ്റേറ്റ് വക്താവ് റിപ്പോർട്ട് ചെയ്യുന്നത്. കരാറിന് ഇറാൻ സന്നദ്ധമായില്ലെങ്കിൽ ഡിഗോഗാഷ്യ ദ്വീപിലെ വ്യോമതാവളം ഉപയോഗിച്ച് ടെഹ്റാനിലെ അപകടകാരിയായ ഭരണകൂടത്തിനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഇറാനെ ആക്രമിക്കാനുള്ള, പ്രത്യേകിച്ച് ഡിഗോഗാഷ്യ ദ്വീപിലടക്കം ഒരു അടിയന്തര സാഹചര്യത്തിൽ അവിടെ നിന്നും പോർമുഖം തുറന്ന് അവിടെ നിന്നും ഇറാനെ ആക്രമിക്കാനുള്ള നീക്കമാണ് ട്രംപ് നടത്തുന്നത്. അതിനുള്ള സൂചനകളെല്ലാം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. അതേസമയം തന്നെ തങ്ങളുടെ ശക്തി പ്രകടനത്തിന്റെ ഭാഗമായി റഷ്യയുമായി ചേർന്ന കടലിൽ സൈനിക അഭ്യാസമാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. What?